السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه كلهم أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും പരിശുദ്ധമായ ചെറിയ പെരുന്നാളിലെ ശുഭാശയ നാണ് എല്ലാവർക്കും ശുഭാശയ കോരിക്കൊണ്ടുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ഒരു തിങ്കളത്തെ സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് ആവിടതുപോലെ ഞങ്ങൾ ആക്കിയ അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. ധാരാളം ആക്കണി എന്ത്, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട പോലുള്ള ആക്കുക ആയിട്ടില്ല. അള്ളാഹു അത് ഞങ്ങൾക്ക് മാഫാക്കിത്ത് ഞങ്ങളെ സൽക്കർമ്മങ്ങൾ കബൂലാക്കിത്ത് അള്ളാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാകട്ടെ. ഇന്ന് പെരുന്നാളായിരിക്കും. പെരുന്നാൾ ചൊന്നെങ്കിൽ വലിയ സന്തോലത്തെ നാൾ, വലിയ കൊസിര നാൾ. ആ സന്തോല കൊസി പരിശുദ്ധമായ ഇസ്ലാം പൊരുത്തപ്പെട്ടതുപോലെ, അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെട്ടതുപോലെ പെരുന്നാൾ ആചരണ ആക്കൽ ഞങ്ങളുടെ മേൽ കണ്ടായ. ഞങ്ങൾക്ക് വേണമായ പോലെ ആചരണാക്കലല്ല, പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ആചരണാക്കൽ. ഏതായാലും പരിശുദ്ധമായ പെരുന്നാളിന് ചൊല്ലുമ്പോൾ വല്ലാത്ത മഹത്വമുള്ളെങ്കത്തൊരു നാൾ. സാധാരണയിൽ ആൾമാരുള്ള ചിലപ്പോൾ നിശ്ചിട്ടിക്കിടാറ് എന്താ വെച്ചെങ്കിൽ റമളാൻ ഭയങ്കരമായ പോരിശയേറിയ നാൾ, റമളാൻ്റെ ലാസ്റ്റ് നാൾ ചെന്നെങ്കിൽ അതിനെക്കാണ്ട് റമളാൻ്റെ തുടക്കത്തെക്കാണ്ടും ഏറ്റവും പോരിശയേറിയ നാൾ. മലക്കങ്ങമേ ഭയങ്കരമായ ബേജാറാവിടാറ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിങ്ങക്ക് വന്ന മുസീബത്ത് എന്ന് ചൊന്നെങ്കിൽ റമളാൻ പൊയ്ത്തല്ലേ ചൊല്ലത്. അപ്പോൾ റമളാൻ ഏറ്റവും വലിയ പോരിശയാക്കപ്പെട്ടത്. അതേസമയത്ത് പെരുന്നാളും വല്ലാത്ത പോരിശയാക്കപ്പെട്ടെങ്കിലത്തെ ഒരു നാൾ. പണ്ട് മനുഷ്യകുലത്തെ സൃഷ്ടിക്കുമ്പോൾ മലക്കങ്ങ വേണ്ട അല്ലാണ്ട് ചൊന്നില്ലേ, അതിരെ ഇടയ്ക്കിടെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് നെല്ലയിത്ത് മനുഷ്യന്മാരെ സൃഷ്ടിക്കണായതേ നിങ്ങൾ ചൊന്ന അഭിപ്രായ സമല്ല ചൊല്ലത് മലക്കങ്ങൾക്ക് അപ്പല്ലാഹു നനപ്പാക്കിക്കൊണ്ടിരിക്കണം. ആ കൂട്ടത്തിൽ പ്രതി ഒരു പെരുന്നാളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കങ്ങളെ കാട്ടിയിട്ട്, ഓ മലക്കങ്ങളെ നോക്കുറു, ഇതാ നൻ്റെ അടിമങ്ങ ഭൂലോകത്തിലിടീ നൻ്റെ തക്ബീർ ചൊന്നോണ്ടു തഹ്മീദ് ചൊന്നോണ്ടു പരിശുദ്ധ പെരുന്നാളാചരണാക്കിക്കൊണ്ടുള്ളാറ് ചൊന്നിട്ടു മലക്കങ്ങളെ കാട്ടിട്ട് അള്ളാഹുടെ ഫഖ്ർ ചൊല്ലെ, അള്ളാഹു പവർ ചൊല്ലെ, ഓ നൻ്റെ അടിമകളെ നോക്കുറു ചൊല്ലെങ്കത്തെ സന്തോല ചൊല്ലെങ്കത്തെ നാളായിരിക്കടെ പെരുന്നാൾ. എന്നിട്ട് ചൊല്ലു പെരുന്നാളിലുണ്ട് അള്ളാഹു ആ മലക്കങ്ങളിട്ടിയ ചൊല്ലഹോളൂ, ഓ മലക്കങ്ങളെ നിങ്ങളെല്ലാവരും സാക്ഷി, നാനക്കെല്ലാവർക്കും മാഫാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുടെ റഹ്മത്ത് എത്ര വലിയത്. റമദാൻ്റെ 1-2 തുടങ്ങിയത് അള്ളാഹു മാഫാക്കും. റമദാൻ്റെ 1-2 അള്ളാഹു എല്ലാവർക്കും മാഫ് തന്നെ വേണേ. പക്ഷേ സ്പെഷ്യലായിട്ടുള്ള ഒരു മാഫ് റമദാൻ്റെ തുടക്കം മുതൽ വന്നിട്ട് റമദാൻ്റെ ലാസ്റ്റ് ഒരു മാഫുണ്ട്, അതും മയ്യയില്ല. പിന്നെ പെരുന്നാൾ 2 മലക്കങ്ങളെ സാക്ഷി നിപ്പാടി ചൊല്ല, ഓ എൻ്റെ മലക്കങ്ങളെ ഞാൻ എല്ലാവർക്കും മാഫാക്കിയാണ്. അപ്പോൾ അത്രയും വലിയ പോരിശയാകപ്പെട്ടെങ്കത്തെ നാളായിരിക്കും ഇന്നത്തെ നാൾ. ലോകത്തെ നാനാഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ വലിയ വിഷമത്തിലുള്ളത് നമുക്ക് പിടിയുണ്ട്. അള്ളാഹു ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. നിരപരാധികളായി ജയിലിലുള്ളെങ്കത്തെ ആൾമാർക്കെല്ലാം അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ വലിയ ശക്തി അള്ളാഹു നൽകുമാറാകട്ടെ. ഇന്ന് ഞങ്ങൾ ഈ പരിസ്ഥിതിയിലുള്ള വലിയ സന്തോഷത്തിലുള്ള നെക്സ്റ്റ് പെരുന്നാളുക അല്ലെങ്കിൽ നാളത്തെ നാളിൽ ദുനിയാവുടെ പരിസ്ഥിതി എന്തെല്ലാം എവിടെകളിൽ എത്തിച്ചും താർക്കും പിടിയില്ല. അതുകൊണ്ട് എത്ര സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് തന്നറ. ആ നിഅമത്തുകളെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം ഉപയോഗിക്കൂ, കൊണ്ടാടുക. ഞങ്ങൾ പരിശ്രമിക്കും. എൻ്റെ പിരിസപ്പെട്ട യുവാക്കൾ, യുവതികൾ, എൻ്റെ പിരിസപ്പെട്ട സഹോദര സഹോദരിമാർ, ഞാൻ നിങ്ങളൊട്ടി ചൊല്ല ഉദ്ദേശിക്കട്ടെ. പെരുന്നാളുണ്ട് ചൊല്ലുമ്പോൾ അള്ളാഹുടെ മറന്ന് ഞങ്ങൾക്ക് വേണമായ ബല ഒരു പെരുന്നാൾ ചൊല്ലെങ്കത്തൊരു അവസരം ഞങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ ആക്കിയെങ്കിൽ അള്ളാഹു ഞങ്ങൾ എല്ലാ ദോഷം മാഫാക്കണം. ഞങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ദോഷങ്ങൾ വന്നത്. ഒരുപക്ഷെ ഇന്നലെ മഗ്രിബോട് കൂടെ റമളാൻ തീരുമ്പോൾ, റമളാൻ ഞങ്ങൾക്ക് വിദായായിട്ട് പെരുന്നാളിൻ്റെ മാത കാണലോടുകൂടെ ഞാൻ ഈ പൽക്കവരുടെ ഈ ടൈമിൻ്റെ ഇടയിൽ ഞങ്ങളിൽ എന്തെല്ലാം ദോഷങ്ങൾ വന്നത് അള്ളാഹു ഞങ്ങൾക്ക് മാഫാക്കുമാറാകട്ടെ. ഇന്നത്തെ നാൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. അപ്പോൾ ആ സ്റ്റൈലിലുള്ളെങ്കത്തെ ഒരു പെരുന്നാളാചരണയും അതോടുകൂടെ ലോക മുസ്ലിമീങ്ങൾക്ക് ദ്വാർന്നോണ്ടിക്കലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആക്കണം. അതോടുകൂടി എൻ്റെ പിരിസപ്പെട്ട സഹോദര സഹോദരിമാരട്ടിയെ ഒരു പിരിസപ്പെട്ട ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചെങ്കിൽ, അൽഹംദുലില്ലാ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് റമളാനിൽ ഞങ്ങൾ അവിടെ ബലുള്ള സൽക്കർമ്മങ്ങളെല്ലാം ആക്കുക. അതിലും പ്രത്യേകിച്ച് ഞങ്ങൾ പരിശുദ്ധ റമളാനിൽ
ഖുർആനല്ല അത്യാവശ്യം നിങ്ങൾ ഓതുക ട്രൈ ആക്കുക. പലരും പല ടൈപ്പിലും ഖത്തുമല്ല തീർത്തറാറ്, 10 തീർത്തങ്ങിക്കുവാർ, 5 തീർത്തങ്ങിക്കുവാർ, ഒന്നും തീർത്തങ്ങിക്കും, ഒന്നും തീർക്കാത്തങ്ങ ഭാര്യക്കോറോടി ഒന്നെങ്കിലും തീർത്തിട്ടിക്കുവാർ. പക്ഷേ ഈ ഒരു തിങ്കളിൽ ഒരു ഖത്തും നിങ്ങൾ തീർത്തങ്ങ് നൻ്റെ ഒരു പിരിസപ്പെട്ട റിക്വസ്റ്റ് നൻ്റെ നഫ്സൊരൊട്ടിയും നിങ്ങളൊട്ടിയും ഞാൻ നനപ്പാക്കടെ. ഇൻഷാ അല്ലാ ഞങ്ങൾ ഒരു വാരത്തിൽ 1 2 ജുസ് എങ്കിലും ഞങ്ങൾക്ക് ഓതുകയാണ്. ഒരു തിങ്കളിൽ ഒരു ഖത്തുമ തീർത്തങ്ങ ഞങ്ങൾ ഒരു വാരത്തിൽ 1 ജുസ് 2 ജുസ് ഞങ്ങൾക്ക് ഇൻഷാ അല്ലാ ഓതുകയാണ്. അങ്ങനെ ഓതുകയാവണമെങ്കിൽ ഇൻ്റെ പെരുന്നാൾ ഇന്നലെ ഞങ്ങൾ ഓതിയിട്ട് റമദാൻ്റെ ലാസ്റ്റ് നാൾ ഇണ്ടേ ഞങ്ങൾ അത് ഓതുന്നു. ഇൻഷാ അല്ലാ ഇണ്ട് ഞങ്ങൾക്ക് ഒരു ജുസ് ഓതി കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇണ്ടും നാളെയും ഈ വാരത്തിലായിട്ട് ഒരു 2 ജുസ് ഓതി കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ ഖുർആനുമായിട്ടൊരു കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയതിരെ ഈ പെരുന്നാളോട് കൂടെ ആ കണക്ഷൻ നഷ്ടപ്പെടുത്തുക തീറ. ഖുർആനുമായിട്ട് കിട്ടിയെങ്കിലത്തെ ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധത്തെ മുൻതുവരിച്ചുകൊള്ളെങ്കിലത്തെ പരിശ്രമം നമുക്ക് വേണം. അന്നങ്ങനെ നരകത്തിൽ നിന്ന് ബച്ചാവാക്കണമെങ്കിലത്തെ കാര്യവും കൂടിയായിരിക്കരുത്. അന്നങ്ങനെ കൽബിടെ ബെൽച്ചാക്കണമെങ്കിലത്തെ കാര്യമായിരിക്കരുത്. അന്നങ്ങനെ സ്വഭാവം നല്ലാക്കണമെങ്കിലത്തെ കാര്യം, അന്നങ്ങനെ കൽബ് സന്തോഷം തന്നെങ്കിലത്തെ കാര്യം, അത് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഗട്ടിമുട്ടാക്കണമെങ്കിലത്തെ കാര്യം. അങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ളതായിരിക്കരുത്. അതോടുകൂടെ ഇൻഷാ അല്ലാ ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു വക്കത്ത് നിസ്കാരപൂർവ്വം കലാ ആക്കൂത്തിയറ. അതുപോലെ ഉളു നിസ്കാരമല്ല, കറക്റ്റായി നിസ്കരിക്കൂ. കുറേ നിസ്കരിക്കടേ ചൊല്ലതല്ല. നിസ്കാരം ഞങ്ങൾ ചൊമ്മൊന്നും നിസ്കരിക്കില്ല. റവാത്തിബ് നിസ്കാര ഞങ്ങൾ നഷ്ടപ്പെടുത്തു തീറ, ഫർദ് നിസ്കാരം ഞങ്ങൾ നഷ്ടപ്പെടുത്തു തീറ, വിതുർ നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കണം, അവിടെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കണം, ളുഹാ നിസ്കരിക്കണം. ഇതെല്ലാം ഞങ്ങൾ ആക്കുമ്പോൾ ഒരു പെർഫെക്റ്റായ സ്റ്റൈൽ ഉളു, ഒരു പെർഫെക്റ്റായ സ്റ്റൈലിൽ ഒരു ഉളു എങ്ങനെ ഞങ്ങൾ ഉളു എടുക്കുക, എങ്ങനെ ഞങ്ങൾ നിസ്കരിക്കുക, അതിലൊരു പാതി ആക്കടെ ബദൽഗ് ഒരു ചന്തത്തൊരു ഉളു ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആദത്താക്കണം. റമദാൻ്റെ വൃത്തിങ്ങൾ ഞങ്ങൾ ആദത്താക്കിയല്ല, അത് ആദത്തായിർ അതിൽ ഞങ്ങൾ ഇണ്ട് ഉടവ് തീറാം. ഇന്ത്യയിൽ പിന്നെ ഞങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ഇന്നതുപോലെ ചന്തത്തെ ഉളു, ചന്തത്തെ നിസ്കാര, കുടുംബബന്ധം ചേർത്തൽ, അതുപോലെ ദാനധർമ്മ കൊടുക്കൽ, നല്ല നല്ല കാര്യങ്ങളെല്ലാം ആക്കുമോ നിങ്ങൾ ശ്രമിച്ചില്ലേ? ആ ആദത്തിനെ ഇന്ത്യയെ സ്റ്റോപ്പാക്കേണ്ട, ആദത്തിനെ മുൻവരിസുബേനായിട്ട് ശ്രമിക്കണം. മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രങ്ങളെല്ലാം ചൊല്ലു. റമദാൻ തീന്നെങ്കിൽ ആ റമദാൻ തീന്നൽ പിന്നെയുള്ള 6 തിങ്കൾ കാല ഈ റമദാൻ്റെ സൽക്കർമ്മ കബൂലാക്കൂബേനായിട്ട് അങ്ങ് ഉൾപ്പെട്ടുകൊണ്ടിരുന്നാറുള്ളൂ. പെരുന്നാളിൻ്റെ സന്തോഷമെല്ലാം ഉണ്ടോ ആ കൂട്ടത്തിൽ റമദാൻ പോയ ദുഃഖത്തിൽ അങ്ങ് ഉൾപ്പെട്ടുകൊണ്ടിരുന്നാറാണ്. അപ്പോൾ അതുകൊണ്ട് റമദാനിൽ പിന്നെയുള്ള ഈ പെരുന്നാളിൽ പിന്നെയുള്ള ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നല്ലൊരു ലൈഫ് സ്റ്റൈലാവും. ഭാര്യ ചന്തത്തൊരു ലൈഫ് സ്റ്റൈലായിട്ട് മരണത്തിന് തയ്യാറിയാവുകയെങ്കിലത്തെ ഒരു ശ്രമം ഞങ്ങൾ നടത്തണം. ഇന്ത്യയിൽ പിന്നെ ഞങ്ങളുടെ ലൈഫ് നാം മരിക്കുക റെഡിയാവടെ, മരണത്തിന് തയ്യാറാവടെ, മരണത്തിന് വേണ്ടിയിട്ട് മരണാനന്തരമുള്ള ജീവിതത്തെ ലഗേജുകൾ നാ റെഡിയാക്കടെ. എൻ്റെ മരണാനന്തരമുള്ളെങ്കിലത്തെ സഫർ ഭാരി ദൂരമുള്ളെങ്കിലത്തെ സഫറായിരിക്കരുത്. കണക്കില്ലാത്തത്ര വർഷങ്ങൾ പോകുള്ളെങ്കിലത്തെ ഒരു യാത്രയായിരിക്കരുത്. ആ യാത്രയ്ക്ക് മേനായെങ്കിലത്തെ ലഗേജുകൾ റെഡിയാക്കൂ ഞങ്ങൾ ശ്രമിക്കുക. ഇന്ത്യയിൽ പിന്നെ അതുക്കുള്ള തയ്യാറിയാവട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഹജ്ജിക്ക് നിങ്ങൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 നാളത്തെ ഒരു ഉംറത്തെ സഫറിന്നെങ്കിൽ എത്ര തിങ്കളേറ്റിക്കരുത് നിങ്ങളുടെ ലഗേജ് നിങ്ങൾ റെഡിയാക്കരുത്. അതേ സമയത്ത് ആ ഉംറത്തുക്ക് പോകുള്ളെങ്കിലത്തെ ഡേറ്റ് നിങ്ങൾക്ക് പിടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മുന്നോലെ റെഡിയാവണം. അതേസമയത്ത് നിങ്ങളെ മരണമാകുന്ന ബർസഹിയായ ലോകത്തുള്ളെങ്കിലത്തെ യാത്രയുടെ എപ്പോൾ ഡേറ്റ് ചൊന്തും നിങ്ങൾക്ക് പിടിയേയില്ല. പിടിയില്ലാണ്ടാകുമ്പോൾ നിങ്ങൾ എപ്പം റെഡി വേണേന്ത്, പക്ഷേ നിങ്ങൾ റെഡിയുമില്ല. ആ ഒരു അവസ്ഥ നിങ്ങൾ ചേഞ്ച് ആക്കിയിട്ട് ഇന്ത്യയിൽ പിന്നെ മരണാനന്തരമുള്ള അല്ലെങ്കിൽ മരണം കൊണ്ട് തുടങ്ങണമെങ്കിലത്തെ വിശാലമായ നിങ്ങളുടെ സഫർക്ക് വേനായിട്ടുള്ള ലഗേജുകൾ ധാരാളമായി ഉണ്ടാക്കുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ആക്കണം. അതൊരൊട്ടിയും അള്ളാഹുരൊട്ടിയും മാഫ് കേട്ടുകൊണ്ടിരിക്കണം. റബ്ബുരൊട്ടി ഒരു നാൾ കൊടുത്തില്ലെങ്കിലും പൽക്കവരിയൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലെങ്കിലത്തെ ദിക്ർ നിങ്ങൾ ചൊന്നുകൊണ്ടിരിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലെങ്കിലത്തെ ആ തസ്ബീഹ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അവിടെങ്കിൽ ഞങ്ങൾ ഖബർ സിയാറത്ത് ആക്കൂ, ഇടയ്ക്കിടെ പരിശ്രമിക്കണം. മരണപ്പെട്ടങ്ങനെ ഒത്തുപോണ്ടേ, മരിച്ചവിടെ പോയിട്ട് മരണാനന്തര ക്രിയയിൽ ഭാഗവഹിച്ചരെ. അതുപോലെ ഖബറടക്കുമ്പോൾ തുക അതുവരെ അവിടെ നിന്നിട്ട് അവിടെ ഖബറടക്കിയ ക്രിയലെല്ലാം ഞങ്ങൾ ഭാഗവഹിച്ചത്. ഇതെല്ലാം ഞങ്ങളെ ലൈഫ് ചേഞ്ച് ആക്കൂ, ഞങ്ങളെ ലൈഫ് ബദലാവനാക്കുമ്പോഴൂ, ഞങ്ങൾ നല്ലാവൂ. ഞങ്ങൾക്കാരും വാഴ്ന്ന് ചൊല്ലാണ്ടേ ഞങ്ങൾക്ക് വാഴ്ന്ന് കിട്ടുകയില്ലെങ്കിലത്തെ ചില കാര്യങ്ങളായിരിക്കരുത്. ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ആക്കിടുതരെ ഒട്ടികമേ പ്രത്യേകിച്ചിട്ട് ഇന്ത്യയിൽ പിന്നെ ഡെയിലി ഒരു തെല്ലെങ്കിലും ഇൽമുടെ ക്ലാസ്സിലെ ഭാഗവഹിച്ചതിന് ഞങ്ങൾ ആദത്താക്കും. സുബൈ നിസ്കരിച്ചിട്ടുള്ള പള്ളികളിൽ ക്ലാസ്സിക്കൽ അല്ലെങ്കിൽ പ്രത്യേകമായ ചില ക്ലാസ്സുകളിൽ അതിൽ ഡെയിലി ഒരു തെല്ലെങ്കിലും ഞങ്ങൾ ഭാഗവഹിച്ചു ഞങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഞങ്ങൾ തിണ്ടില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യിക്കണമാ, തിണ്ടില്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യിക്കണമാ. അതേപോലെ ഞങ്ങളെ സോൽ അതുക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ, ആത്മാവുക്ക് ഞങ്ങൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ അതും ചത്തുപോകണം. ഞങ്ങളുടെ കൽബും ചത്തുപോകണം. അതിരെ ഹയാത്തിക്കുവാനായിട്ട് ഡെയിലി ഞങ്ങൾ എന്തെങ്കിലും ഒരു ഇൽമുടെ മജ്‌ലിസിൽ ഭാഗവഹിച്ചതും ഞങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങളുടെ ലൈഫ് ഒരു അർത്ഥപൂർണമായ ഒരു ജീവനായിട്ട്
മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തു മരണപ്പെട്ടിട്ട് സ്വാലിഹീങ്ങളൊട്ടിಗೆ ഞങ്ങൾക്ക് കുടുംബസമേത അള്ളാഹുടെ സ്വർഗത്തിൽ ചേരുകാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്കതൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഖബർ ജീവൻ അള്ളാഹു സന്തോഷകരമാക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ, സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഈ റമളാൻ്റെ സന്തോഷം ഞങ്ങൾക്കെന്നതുപോലെ ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാളിൻ്റെ ശുഭാശയം കോരിട്ട് എൻ്റെ പലക്ക് നിപ്പാറ്റിക്കൊണ്ടുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.